ഇന്നത്തെ ദിവസം ശരിക്കും ഞങ്ങൾ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു, പക്ഷെ എല്ലാം പെട്ടെന്നായിരുന്നു. സിമ്പിളായിട്ട് പറഞ്ഞാൽ ലിയോണ ഇവനെ ക്യാരിങ് ആയിട്ടിരുന്ന സമയത്ത് ചുമ്മാ റെസ്റ്റ് എടുക്കുന്ന സമയത്തൊക്കെ ഒരു സോങ് ഇട്ട് ഇങ്ങനെ കേട്ടോണ്ടായിരുന്നേ. പാട്ട് ഏതാ? മാനത്തെ അമ്പിളിത്തെല്ല് പോലെ എന്നുള്ളൊരു പാട്ട്. ഇവൻ ഉണ്ടായി കഴിഞ്ഞിട്ട് ഇവൻ കരയാൻ തുടങ്ങുമ്പോഴത്തേക്കും ഞങ്ങൾ ആ ഫോണിൽ ആ പാട്ടം കിട്ടേക്കും. പാട്ടിട്ട് 2 സെക്കൻഡ് 3 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് കരച്ചിലൊക്കെ മാറും. അമ്മയ്ക്കു നീയൊരു താരാട്ടുപാട്ടിൻ്റെ കൺമണി പൂങ്കരള്. ഞങ്ങളുടെ ലൈഫ് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ തന്ന ഒരാളാണ്. എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ഒരു ബേബി ഗേളായിരുന്നു. ഇപ്പം പെട്ടെന്നൊരു ബേബി ബോയ് വന്നപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഈ റീസെൻ്റിലാണ് അവനെ കണ്ടത്. അവനൊരു 6-7-8 മാസം കഴിഞ്ഞാണ് അവനെ ഞങ്ങൾ നേരിട്ട് കാണുന്നത്. അതുവരെ ഞങ്ങൾ ഓൺലൈനാണ് കണ്ടുകൊണ്ടിരുന്നത്. വീട്ടിലെ ആദ്യത്തെ ചേച്ചിയുടെ കൊച്ചാണ്, ആദ്യം ഉണ്ടായ ഒരു കൊച്ചാണത്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഒരു മാമനായതിൻ്റെ സന്തോഷം ഭയങ്കര സന്തോഷമായിരുന്നു. കഴിഞ്ഞ വർഷം 2024 ഏപ്രിൽ 2nd വീക്ക് എനിക്കൊരു ബിസിനസ് റിലേറ്റഡ് മീറ്റിംഗ് ഉണ്ടായിരുന്നു US. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി പ്രിപ്പയർഡായി ബാഗെല്ലാം പാക്ക് ചെയ്യുന്ന ആ ഒരു ദിവസങ്ങളിലാണ് ഞങ്ങൾ ഈ കാര്യം അറിയുന്നത്. ലിയോണ ക്യാരിങ് ആണ്. വീട്ടുകാരോട് പറഞ്ഞപ്പം എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പ്രത്യേകിച്ച് ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ചൈൽഡ്. അപ്പം അവരുടെ ഫസ്റ്റ് ഗ്രാൻഡ് ചൈൽഡാണ്. അപ്പം അതിൻ്റെ ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. മോള് ക്യാരിയിങ് ആണെന്ന് അറിഞ്ഞത് മുതൽ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ മോളുടെ അടുത്തേക്ക് പോയപ്പം അതിലേറെ സന്തോഷം ഉണ്ടായി. കുഞ്ഞുവാവ ഉണ്ടായി കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞപ്പം ഒരു ഗ്രാൻഡ്മ ആയല്ലോ എന്നുള്ള ഒരു സന്തോഷം. പിന്നെ വിദേശത്തായിരിക്കുന്ന ചേട്ടായിയുണ്ട്, ചേച്ചിയുണ്ട്, കുഞ്ഞിപ്പെണ്ണുണ്ട്, ജൂനിക്കുട്ടനുണ്ട്. അവർക്ക് ഒത്തിരി നന്ദി, എല്ലാവിധ ആശംസകൾ അറിയിച്ചതിന്. പിന്നെ ഇവിടെ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. കാരണം ചേച്ചിക്കാണെങ്കിൽ ഞങ്ങളുടെ കല്യാണം കൂടാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ബിസിയായി, അതും പറ്റിയിട്ടില്ല. നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ ഒത്തിരി മാമൂസുകൾ കൂടിയിട്ടുണ്ട് മറ്റ് ആൾക്കാരുടെ കുട്ടികളുടെ. പക്ഷേ നമ്മുടെ സ്വന്തം മകൻ്റെ മാമൂസ് ഇങ്ങനെ തൊട്ടടുത്ത് നിന്ന് അവന് ആ കൂതാശ സ്വീകരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവല് തന്നെയാണ്.